guys, welcome back to Together. അപ്പൊ ഇന്ന് നമുക്കൊരു ക്യാമറാമാൻ ഒക്കെ ഉണ്ട്, ഞങ്ങളെ ഫ്രണ്ടാണ്. അപ്പോ നമ്മളിന്ന് നമ്മളെ തേർഡ് വീഡിയോ കണ്ടത് നിങ്ങളെ കഴിഞ്ഞ വീഡിയോയുടെ നമുക്ക് 81 വ്യൂസ് ആയി. അത് ടോട്ടൽ വ്യൂസ് കിട്ടോ, ടോട്ടൽ വ്യൂസ് 81 വ്യൂസ് ആയി. സോ അതിന് നിങ്ങളെ സപ്പോർട്ടിനൊക്കെ താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാം, നീ പറയും. അപ്പൊ ഇന്ന് നമ്മളുടെ കോണ്ടന്റ് ബെറ്റർ ലയർ ചലഞ്ച് ആണ്. അപ്പോ കുറച്ച് നാൾ മുമ്പ് ഇതൊരു ഷോർട്സ് പോലെ വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒബ്ജക്റ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് ലൈവ് പറയാം അല്ലെങ്കിൽ ട്രൂത്ത് പറയാം. എന്നിട്ട് മറ്റേ ആള്, ഞാനിപ്പോ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ചലഞ്ചാണ്, എന്തായാലും എല്ലാവർക്കും അറിയാം. ബട്ട് എന്നാലും ഒരു എക്സ്പ്ലനേഷൻ തരാം. ആ എക്സ്പ്ലനേഷൻ ഈശ തരും. അപ്പൊ നമ്മള് 3 ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നമ്മള് ഇതിലൊരെണ്ണം എടുക്കും, എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ എവിടെ നിന്നാണ് ഒബ്ജക്റ്റ് എടുക്കുമല്ലോ, അത് ഏത് റൂമിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്യും. അതാണ് ആ ലോട്ടിൽ എഴുതിച്ചത്. എക്സാമ്പിൾ ബെഡ്റൂം 2, വേറെ ഒരു ബെഡ്റൂം, പിന്നെ ഡൈനിങ് റൂം, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ അതെടുക്കും, എന്നിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റ് എടുക്കും. വല്ല സെപ്പറേഷൻ ആവാൻ വേണ്ടിയിട്ട് വല്ല പില്ലോ എടുത്തിട്ട് ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് വെക്കും. നമ്മള് ലൈവ് കളിക്കും. അതൊക്കെ തന്നെ ഗെയിം, അത് എല്ലാവർക്കും അറിയുന്ന ഗെയിമാണ്. കുറച്ചാളെ വൈറലായിട്ട് ഇപ്പൊ അങ്ങനെ അത് ചെയ്യുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് ഇതിന്റെ വീഡിയോ ഇടുന്നത്. അപ്പോ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലോട്ട് കുലിക്കാൻ പോവാണ് ഗൈസ്. കുലുക്ക് ഇനി എവിടെ കുലിക്കാ, കൈ തിരിച്ചു. ഓക്കെ, സെലക്ട് ചെയ്തോ. സെലക്ട് ചെയ്തു. ഇത് ഇവിടെ വന്ന് വെക്കട്ടെ. ഓക്കെ, കിട്ടിയത് ബെഡ്റൂം ആ ബെഡ്റൂം. ഇത് ഈ ബെഡ്റൂം എനിക്ക് ഇവിടെ. അപ്പൊ ഫസ്റ്റ് ഈശയുടെ നിങ്ങൾ കണ്ടോളൂ. അപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ക്യാമറമാൻ അവിടെ തന്നിട്ട് നമ്മളത് കാണിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ സന അങ്ങോട്ട് പോയിട്ടുണ്ട്. നോക്കി സനത്ത ഇതെന്തായിട്ട് പറയാ, നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഡബ്ബായിട്ട് പറയാല്ലേ. പീനട്ട് ബട്ടർ എന്ന് പറയണ്ട, അവൾക്ക് ചിലപ്പോൾ അറിയാനായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ജാർന്നോ വല്ലതും പറയാം. അപ്പൊ ഈശയുടെ കഴിഞ്ഞു. അവളുടെ ചെയ്യണ ഒരു ടൈമിൽ തന്നെ ഞാൻ എന്തെന്ന് നോക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കാണിച്ചു ഞാൻ നോക്കി വെച്ചത് ഈ ഒരു അത്തറിന്റെ കുട്ടിയാണ്. ഞാൻ പറയാൻ പോകുന്ന എന്തെങ്കിലും പെന്നാണെന്നാണ്. കാരണം ഇത് സിമ്പിളാണ്. കാരണം മൂടി ഉറക്കാൻ പറഞ്ഞ പോലെ ഇല്ലേ, ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞങ്ങളിൽ വെച്ച് വലിയ കാർഡ്ബോർഡൊന്നും ഇല്ലാത്തത് ഞങ്ങൾ പില്ലോ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ തമ്മിൽ നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം ഇഷ്ടത്തിൽ എന്താണെന്ന് പറയാം. എൻ്റെ ഒരു ജാറ് പ്ലാസ്റ്റിക്. എൻ്റെ ഓക്കെ, എൻ്റെ ഉള്ളത് ഒരു പെന്നാണ് കേട്ടോ. ഫസ്റ്റ് ഇഷ്ടം ആണ് ചെയ്യാം. ജാറ്, പ്ലാസ്റ്റിക്കിന്റെ ജാറ്. അതൊന്ന് തുറന്നേ. മോഡുണ്ടോ ഇതിന്? പില്ലോ അത് ഇങ്ങനത്തെ ക്ലിക്കാണോ അല്ലെങ്കിൽ സ്റ്റോപ്പ് സാധനമാണോ? അങ്ങനത്തെ ഒരു പെണ്ണ. അത് ഇങ്ങനെ
പറഞ്ഞുതരാം. ഇപ്പോൾ ശബ്ദം കേൾക്കും. ഇത് കേട്ടില്ലേ? ആ ഓക്കെ 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 ഞാൻ ചോദിക്കാം. ഒരാൾക്ക് 3 ക്വസ്റ്റ്യൻ ഓക്കെ ഇതിന്റെ ജാറൊന്ന് നീ കൈകൊണ്ട് ഇങ്ങനെ തരത്തില്ല. പ്രയാസമാണ്. നിന്റെ പെന്നില്ലേ? ഓക്കെ ഇതില് മഷിയുണ്ടോ? ഏത് കളറാ? ബ്ലാക്ക്. അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആ ഓക്കെ. പെന്നില്ലേ? ഏത് കളറാ? മഷി ഇത് അവസാന ക്വസ്റ്റ്യൻ അല്ലേ? ഈ അതൊന്ന് ഈ ഒരു ഹൈറ്റിലൊന്ന് ഡ്രോപ്പ് ചെയ്യണം. ഞാൻ കണ്ടില്ല. ഇല്ല ഇല്ല ഞാൻ ഇത് കളറുണ്ട്. ഓക്കെ അപ്പോ നീ എന്റെ ലാസ്റ്റ് അത് ഒന്നും കൂടി ഒന്ന് കേൾക്കണമെന്നുണ്ട്. പക്ഷെ ചോദ്യം കഴിഞ്ഞു. അപ്പോ അതിന്റെ എന്റെ ഭാഗപ്പെടുത്തി കുറച്ച് കറ്റുള്ള എന്താ ഞാൻ പറയുന്നത് ലൈയാന്നാ. ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. കാരണം കുറച്ച് മുമ്പ് ഞാനതിവിടെ കൊണ്ടുവന്ന് വെച്ചത് എനിക്കറിയായിരുന്നു. പിന്നെ ഇത് ഞാൻ ശരിക്കും ഇതാവുന്നു. പക്ഷെ എനിക്ക് തോന്നുന്ന അവസാനത്തേതാണ് ഭയങ്കര ഹെവി ചെയ്തത്. പക്ഷെ അത് ഈസായിട്ട് കുറയ്ക്കാൻ പറ്റിയായിരുന്നു. ഒരു അത്രയാണ്. അപ്പോ ഈ റൗണ്ട് 2 ആൾക്കും പോയിട്ടുണ്ട്. ഞാനിവിടെ ഗസ്റ്റ് പോയിട്ട് ഞാനിവിടെ അവൈറ്റ് പോയി. അപ്പൊ 1 ഫണ്ട് ഇങ്ങനെ 3 റൗണ്ടാണ് ഉള്ളത്. പിന്നെ 2 റൗണ്ട്. ഓക്കെ ഈ വട്ടം ഇഷ ചെയ്തു. ഓക്കെ ബെഡ്റൂം ബെഡ്റൂം മാത്രം ഇട്ടുള്ള വേറെ റൂമും കൂടി ഉണ്ട്. ബട്ട് നമ്മള് ഈ റൂമിന് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. റൂം ഫുള്ള് കാണിക്കില്ല കേട്ടോ. ഭയങ്കര മെസ്സായി കിടക്കുകയാണ്. 2-3 ദിവസമായിട്ട് നമ്മുടെ കുറച്ച് അപ്കമിങ് വീഡിയോസിന്റെ പ്രിപ്പറേഷൻസിലായിരുന്നു. അതുകൊണ്ടാണ് റൂം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോ ഓക്കെ വാ നമുക്ക് ക്യാമറാമാനെ കുറച്ച് ഹെൽപ്പ് വേണം. ടേബിൾ മണ്ണ് എടുക്കണ്ട. ഇത് വേണ്ട. ടേബിൾ മണ്ണ് എടുക്കണ്ട. അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ ശരിക്കും വേണ്ട. ഐലൈനർ ആണെന്ന് പറയാം. ഈ ഇങ്ങനത്തെ ഐലൈനർ കാജലല്ലേ? കാജലാന്ന് പറയാം. എന്നുവെച്ചാൽ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഐലൈനർ ഉണ്ടാവില്ലേ, അതാന്ന് പറയാം. കാജല്. ഓക്കെ ഞാൻ റെഡി. ഇനി ക്യാമറമാൻ അറുമിക്ക് പോയിക്കോളൂ. ഓക്കെ എന്താ അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് എന്താ സൺസ്ക്രീനാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താ ടാൽക്കം പൗഡറാണ്. മേക്ക് സെൻസ്. കാരണം അവൾക്ക് ഇതുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി പറയാം. ഓക്കെ അപ്പോൾ മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഓക്കെ ഫസ്റ്റ് ഇഷ പിന്നെ
എൻ്റെ പൗഡർ, ടാൽക്കം പൗഡർ. ഇതിലുള്ളത് മറ്റേ ഐലൈനർ, മറ്റേ സാധാ നമ്മള് ഇങ്ങനെ എഴുതില്ലേ? കാജൽ പോലത്തെ ആ കാജൽ പോലത്തെ യൂസ് ഐലൈനർ യൂസ് ചെയ്യും. ഓക്കെ ഫസ്റ്റ് ഓക്കെ. കാജലല്ലേ എൻ്റെ ലിഡ് ഇങ്ങനെ ഒന്ന് ഓക്കെ തുറന്നാ. കേട്ടില്ലേ? നിന്റെ പൗഡറില്ലേ മൂടിയുള്ള പൗഡറാ? മൂടി തുറന്ന് കാണിക്കാം. ആ തുറക്കണം. ആ സ്റ്റിച്ച് ഓക്കെ ഓക്കെ. ഓക്കെ ഇനി റൗണ്ട് അല്ല സോറി അടുത്ത വസ്തു ശരിയാ എന്നോട് ഓക്കെ കാജലല്ലേ അതിലിപ്പോ സാധനം ഉണ്ടോ? കാജലോ? ആ അത് പ്രശ്നം. അതോ? അല്ല വേണ്ട, അത് ബ്ലാക്ക് അല്ലേ ആ കൈവച്ച വരക്കണം. ഇതൊക്കെ എന്നോട് എന്താണ് വസ്തു? പൗഡർ അല്ലേ? നീ കൈമൊന്നും ഇങ്ങനെ ഇട്ടിട്ട് ഓക്കെ കൈമുക്കായി ലാസ്റ്റ് ദിവസം കൈമുക്കായി കണ്ടേ എന്റെ മുഖത്ത് വെച്ചു. ആ നീ ചോദിക്കും ലാസ്റ്റ് ദിവസം. അയ്യോ ഓക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ റോൾ ചെയ്യും. ഇതിങ്ങനെ റോൾ ചെയ്യാം. കണ്ണടച്ച സർക്കുലർ അല്ലേ? ആ കണ്ണട ഓക്കെ. ഞാൻ ലാസ്റ്റ് സോറി ഗൈസ് ക്യാമറമാൻ അവിടെ ഡാൻസ് കളിക്കുന്നു. ഓക്കെ ക്യാമറ വുമൺ സോറി. ഓക്കെ ഈശ്വരനോടുള്ള ലാസ്റ്റ് ഞാൻ പൗഡർ കുളിക്കും. കണ്ടാ നിങ്ങൾ ആയോക്കെ ഒന്നും കൂടി ഓക്കെ അത് മികച്ച ലൈവ് ഞാൻ ഗസ്റ്റ് ചെയ്യാം. ലൈവ് ലൈവ് വെച്ച് ലൈവ് നോട്ടാ വന്നിട്ടുണ്ട്. ഓക്കെ പങ്കിക്കാം. എനിക്ക് തോന്നിയ സൺസ്ക്രീൻ ആണ്. കാരണം ടാൽക്കം പൗഡർ ആണെങ്കിൽ ഇങ്ങനെ ആവൂല. സാധനം വായിച്ചിട്ടൊന്നും വരുന്നു. ഓക്കെ ഗൈസ് അപ്പൊ ഈ റൗണ്ട് രണ്ടാമത് പോയില്ല. അപ്പൊ ഇപ്പൊ നമ്മള് ഒന്നേ ഒന്നിലാണ് നിൽക്കുന്നത്. രണ്ടാൾക്ക് പോയിട്ടില്ല. ഞാൻ ലൈവ് പറഞ്ഞേ. അയ്യോ ആ. 2-1. നമ്മള് ഈ കളിയില് ജയിക്കുകയാണെങ്കിൽ എന്താ രണ്ടാണ് നേരത്തെ പോത്തു ലൈവ് പറഞ്ഞു.
കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ ലൈവ് പറഞ്ഞപ്പോ കറക്റ്റ്. ആ ശരിയാ, പിന്നെ ജയിക്കണവർക്ക് ഇപ്പൊ എന്താ, ജയിക്കണവർക്കൊന്നും വേണ്ട, തോക്കണവർക്കാണ് വേണ്ടേ അല്ലേ? നോക്കണവർക്ക് എന്താ വേണ്ട? ക്യാമറ അടി 50 അടി ആദ്യം വേണ്ട, ശരിക്കും ചാലഞ്ച് ഇന്നലെ തീറ്റിച്ച പോലെ നാരങ്ങ വേണ്ട, മുളക് മാത്രം മതി. നാരങ്ങ വെള്ളത്തിന് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമ്മൾ ഐശ്വര്യം കാരണം കറണ്ടൊക്കെ പോയി. അപ്പൊ നമ്മളിവിടെ ഇഷ്ടത്ത് ഈ ഒരു ലൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റത്തെ ലോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ കുറച്ച് എനിക്ക് തോന്നുന്നു അധികം ക്വാളിറ്റി ഉണ്ടാവില്ല, എന്താണെന്ന് അറിയില്ല. നമ്മളെ ടാപ്പിന് എന്തോ പറ്റി തോന്നുന്നു. ബട്ട് ഇപ്പൊ ക്വാളിറ്റി വന്നു തോന്നുന്നു. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇത് കിട്ടി, ബെഡ്റൂം. ഈ ബെഡ്റൂം ആണ് കിട്ടിയത്. ഡൈനിങ്. ആദ്യം ഈ ഷെഡ് എടുക്കാം, കാരണം വെറൈറ്റി അല്ലേ. അപ്പൊ ആദ്യം ഷെഡ് എടുക്കാം. അത് മാത്രല്ല അങ്ങനെ ചിലപ്പോ ഒന്നൊക്കെ ഒച്ച കേൾക്കാൻ പറ്റും. അപ്പൊ ഏതെടുക്കണേന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ചിലപ്പോ വേറെ എവിടെയെങ്കിലും ഇല്ല ഇല്ല അങ്ങനെ പറ്റൂല. ഇല്ല, ഫുള്ള് കുപ്പിയും ഗ്ലൗസും കാര്യങ്ങളും അല്ലേ. ഓക്കെ ഓക്കെ കോട്ട മതിയാ? അല്ല എന്തായിട്ട് പറയാ? ഡബ്ബായിട്ട് പറയാം. ചീർപ്പായിട്ടാണ്. ഇത് ചീർപ്പായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോവാം. ഞാൻ പോവാട്ടോ. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ പോയിരുന്ന സമയത്ത് ഞാൻ ഈ ഹൈലൈറ്റർ എടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഹൈലൈറ്റർ എന്ന് തന്നെയാണ് പറയാൻ പോകുന്നത്. അവസാനത്തെ റൗണ്ടല്ല. സ്കെച്ച് പറഞ്ഞ പരിപാടി പൊട്ടത്തി. സ്കെച്ചോ ഹൈലൈറ്ററോ അല്ല, അല്ല. ഹൈലൈറ്റർ മീൻസ് നമ്മളൊരു ഹൈലൈറ്റ് ചെയ്യുക, ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ പൊട്ടത്തി. ഓക്കെ, എന്തിലാട്ടോ. പക്ഷെ ഇത് ഈ മൂടി തുറക്കുന്നൊക്കെ ഹൈലൈറ്റർ പോലെ തന്നെ അല്ലേ സ്കെച്ചും ഉണ്ടല്ലോ. ഓക്കെ, എന്നിപ്പോൾ ഓള് തെറ്റായിരിക്കും എന്ന് വെച്ചാൽ മീൻസ് തെറ്റായിരിക്കില്ല. ഓള് ഒരു സ്കെച്ച് തന്നെയല്ലേ ഹൈലൈറ്റർ വേണ്ട, ഹൈലൈറ്റർ മതി. ഓക്കെ ഓക്കെ, എന്തെന്താ ഹൈലൈറ്റർ മതി? ഹൈലൈറ്റർ മതി. ഹൈലൈറ്റർ മതി. ശരി, പറയണ്ടേ? ഓക്കെ ഗൈസ്, എൻ്റെ ഉള്ളത് ഒരു ഹൈലൈറ്റർ ആണ്. ഓക്കെ, എൻ്റെ ഉള്ളത് ചീർപ്പാണ്. ചീർപ്പ്. ഈ ബ്രിസ്റ്റൽ ആ സാധനം. ഓക്കെ, ഫസ്റ്റ് നീ വെച്ചോ. ഓക്കെ, അല്ല നീ ഇവിടെ വെക്കേ, ഞാൻ അങ്ങടെ വെച്ചു. ഓക്കെ, നീ ആ ബ്രിസ്റ്റൽസ് കൊണ്ട് ഇങ്ങനെ 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 വേണ്ട. സോഫ്റ്റ് ഉണ്ട. ഓക്കെ, ആദ്യം കൈ വെച്ച് കൊണ്ട് ആ അതല്ലേ ഇരുന്ന് ഓക്കെ, ഇനി ഞാനല്ലേ, ഇനി ആ ചെറുപ്പ്
ചെറുപ്പിന്റെ മറ്റേ ഭാഗമില്ലേ അല്ലാത്ത ഭാഗം അതുകൊണ്ട് ഇവിടെ തട്ടി നോക്കണേട്ടാ. ഹൈലൈറ്റർ ഏത് കളറ്? പിങ്ക്. ഹൈലൈറ്റർ പേസ്റ്റിലാണോ അല്ലെങ്കിൽ ഭയങ്കര കണ്ടിമുട്ടം സാധനമാണോ? നിയോ രണ്ടിന്റെ നടുക്ക്. പേസ്റ്റിലല്ല അതെ. ഓക്കെ അല്ല അല്ല ഓക്കെ. നീ ആ ബ്രഷ് കൊണ്ട് അല്ല ലാസ്റ്റ് ദിവസത്താ ആ ഹെയർ ബ്രഷ് കൊണ്ട് നീ നീ ആ ഹെയർ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇതുകൊണ്ട് ഈ ബ്രിസിൽസിന്റെ ഭാഗമല്ലേ അത് ഇവിടെ ഇങ്ങനെ അടിക്കാം. മറ്റേ ഭാഗം പിന്നെ മറ്റേ അടിയില്ല. അതെ. ഓക്കെ ഓക്കെ. ഇത് അതിന് മൂടി ഊരിയിട്ട് അതിന്റെ ഇതുണ്ടാവില്ല അറ്റത്ത് ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ലേ നീണ്ടത് അത് കിട്ടി നോക്കല്ലേ മോളാക്കി ഒന്നില്ല ഗസ്. ഓക്കെ ഗസ് നീ പറയുന്നത് ചെയ്ത് ഒരു കാര്യം പോസ് ചെയ്യും. ഇല്ല. സോറി ചില പ്രശ്നമില്ല. ഓക്കെ ഇനി ഗസ്. ഓക്കെ എനിക്ക് തോന്നുന്നു അവള് ട്രൂത്താണ്. ട്രൂത്താ. ഓക്കെ എനിക്ക് തോന്നുന്നത് ലൈ ആണെന്നാണ്. കാരണം ചെറുപ്പ് പോലെ ഉണ്ട് ബട്ട് എൻ്റെ ഗട്ട് പറയുന്നത് ലൈ ആണെന്നാണ്. കാരണം ചില ഒരു സോഫ്റ്റ് ഫുഡ് ഭയങ്കര സോഫ്റ്റ് എനിക്കത് തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്ക് പറ്റിക്കാം. ലൈ ആണോ പറയുന്നത്? ചോദിച്ചാൽ എനിക്ക് തോന്നി അങ്ങനെ ചെടി എന്തെങ്കിലും ഇരിക്കുന്നു. കാരണം ഒന്നാമത് ഞങ്ങളുടെ അതിന് കളിച്ച് ചെറുപ്പ് വെക്കാറില്ല. രണ്ടാമത് ഇവിടെ അങ്ങനത്തെ ചെടി ഉണ്ട്. പിന്നെ ഏകദേശം അതുപോലത്തെ ഒന്ന് ബട്ട് ഇവിടെ ജയിച്ചു. ഡ്രോ ആണല്ലേ? അപ്പൊ നമുക്ക് രണ്ടുപേരും കഴിക്കേണ്ടി വരും. രണ്ടുപേരും ജയിച്ചില്ലേ? പിന്നെ ഡ്രോ വെച്ചാല് ലൂസ് ആൻഡ് ഇതാണ് കഴിക്കാം. അല്ല ചെറിയ ഒരു കാര്യം ചെയ്യാം. ശരി നമുക്ക് ഇതാ സ്റ്റോൺ പേപ്പർ കളിക്കാം. ഓക്കെ എനിക്ക് തീരെ ലക്കില്ല. 3 മാർക്കിന് കിട്ടും. കാരണം 3 റൗണ്ട് ആയിരുന്നു. ഓക്കെ 3, 2, 1 സ്റ്റോൺ പേപ്പർ പെൻസിൽ. Stone, paper, pencil, cutter, scissor. 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 ഒന്ന് പോരെ നമ്മൾ 3 കാക്കണം. 3 കാക്ക അതല്ലേ? ഓക്കെ സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ. സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ. സ്റ്റോൺ പേപ്പർ പെൻസിൽ കട്ടർ സിസർ. 0-3. ഇതിനാ പറഞ്ഞ തീരെ ലക്കില്ല അതില്. അപ്പൊ നമുക്ക് നാളെ നോക്കാം. അതുപോലെ നമ്മളെ വ്യൂവേഴ്സിനോട് എനിക്കിപ്പോ എന്താ പറയാണ്ട് തോറ്റേന്റെ സന്തോഷം. അത് മാത്രല്ല 81 വ്യൂസിൽ വെരി വെരി താങ്ക് യു ട്ടാ. ലൈക്ക് ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ആകെ 2 വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് 80 ആവുന്ന ഒരു വലിയ സംഭവമാണ് ഞങ്ങൾക്ക്. അപ്കമിങ് വീഡിയോസിൽ ഇപ്പോൾ എന്താ ഇതുപോലെ വല്ല ചിലപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇടും. കാരണം ഒരാൾ പറഞ്ഞിരുന്നു ലൈക്ക് ഞങ്ങളുടെ ഈ ഹൂ നോസ് അബൌട്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ
അതിൽ പറഞ്ഞിരുന്നു, ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു ഈ റിയാക്ഷൻ വീഡിയോ ഇടുക ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് മിക്കവാറും റിയാക്ഷൻ വീഡിയോ. പിന്നെ ഒരാൾ ഫേസ് റിവ്യൂല് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ഞങ്ങൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ല ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മൾ ഒരു ഗോൾ ഉണ്ട് നമ്മുടെ മൈൻഡിൽ, ഒരു 1K എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അച്ചീവ് ആവാണെങ്കിൽ മേ ബി ഇടാം ഇൻഷാല്ല. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, നാരങ്ങയില്ല, നമ്മളതിന് പകരം പച്ചമുളക്. ഓക്കെ, ഫസ്റ്റ് അവള് മാസ്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഞാൻ കഴിച്ചു. 1 minute. കണ്ണിന്റെ ഞാന് ഓക്കെ എല്ലാവരും വെള്ളം റെഡിയാക്കി വെക്കും ആദ്യം. വെള്ളം റെഡിയാക്കി വെക്കുക, ഐസൊക്കെ ഇട്ടിട്ട്. ഐസൊന്നുമില്ല ഇവിടെ. ഓക്കെ, ഞാൻ വെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് തന്നിട്ടില്ലാ. ആ പകുതി കഴിക്കും. പകുതി. ഓക്കെ ഓക്കെ, സോ എന്ത് എത്ര കഴിക്കണ്ടേ? ഇത്ര. ഓക്കെ. വേറെ മുളക് ഇത് വേണ്ടടി പാവുണ്ട്. പച്ചമുളക് പച്ചമുളക് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഒന്ന് അപ്പോ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. ഇന്ന് തോറ്റത് ഇഷയാണ്, ജയിച്ചത് ഞാനാണ്. അപ്പൊ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരുന്നതാണ്. എനിക്ക് തോന്നുന്നു എഡിറ്റൊക്കെ ചെയ്തിട്ട് നമ്മൾ മേ ബി സാറ്റർഡേ ഇങ്ങോട്ടും അല്ലെങ്കിൽ സൺഡേ ഇടും. നമ്മൾ സാറ്റർഡേ സൺഡേസിലാണ് വീഡിയോ ഇടാറ്, കാരണം അപ്പോഴേ ഞങ്ങൾ ഫ്രീ ആവത്തുള്ളൂ. അടുത്ത വീഡിയോ ഇതിനായിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോ ഈശോടെ വന്നൊരു ബൈ. എങ്ങനെയുണ്ടായിരുന്നു ചലഞ്ച്? തല്ലി പഠിക്കണ്ട. തല്ലിട്ട് ഓക്കെ, എന്നാ ശരി ഗൈസ്, ബൈ.